വൺ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ 4 സെക്ഷൻസുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഫസ്റ്റ് വൺ സർക്കിൾ, സെക്കൻഡ് വൺ പരാബോള, തേർഡ് വൺ എലിപ്സ്, ലാസ്റ്റ് വൺ ഹൈപ്പർബോള. ഇതിലെ 2 സെക്ഷൻസുകളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോർമുലാസിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരേ അകലം പാലിച്ചു കിടക്കുന്ന പോയിന്റുകളുടെ ഒരു പാത്തിനെയാണ് എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്ന ആശയം പറയുന്നത്. അതിൻ്റെ റേഡിയസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. റേഡിയസ് എന്താണെന്ന് അറിയാം, ഡയാമീറ്റർ എന്ന് പറയുന്ന കാര്യം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. സർക്കിൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻസുകൾ മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതിൻ്റെ ജനറൽ ഇക്വേഷനാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൻ്റെ സെന്റർ എന്ന് പറയുന്നത് എച്ച് കെ ആയിരിക്കും, റേഡിയസ് എന്ന് പറയുന്നത് ആർ ആയിരിക്കും. സർക്കിളുമായി ബന്ധപ്പെട്ട് ആകെ ഈ ഒരു ഫോർമുല മാത്രമേ പഠിക്കുവാനുള്ളൂ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പരാബോള. പരാബോളയുടെ 4 രൂപങ്ങളാണ് നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഉണ്ട്, വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax ഉണ്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ഉണ്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay ഉണ്ട്. ഓരോന്നിൻ്റെയും രൂപങ്ങളെ പറ്റിയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്, സെക്കൻഡ് കേസ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണെങ്കിൽ അപ്പർ കേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്, ഇതാണെങ്കിൽ ലോവർ കേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഇക്വേഷൻസുകളും അറിയണം, അതിൻ്റെ ഫോക്കസ് അറിയണം, അതുപോലെ തന്നെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ അറിയണം. ഫോക്കസ് എന്ന് പറയുന്ന കാര്യം വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് വരുന്നതെങ്കിൽ a0 ആണ് ഫോക്കസ് വരിക. വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax ആണെങ്കിൽ ഫോക്കസ് മൈനസ് a0 ആണ് വരുന്നത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണെങ്കിൽ ഫോക്കസ് 0, a. ലാസ്റ്റ് വൺ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay എന്ന് പറഞ്ഞാൽ ഫോക്കസ് 0, a. ഓരോ രൂപത്തിൻ്റെയും ഫോക്കസുകളുടെ കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. പരാബോള എന്ന് പറയുന്നത് തന്നെ ഒരു ഫിക്സഡ് പോയിന്റും ഒരു ഫിക്സഡ് ലൈനും തമ്മിൽ ഒരേ അകലം പാലിച്ചു കിടക്കുന്ന പോയിന്റുകളുടെ പാത്തിനെയാണ് പരാബോള എന്ന് പറയുന്ന ആശയം പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ പോയിന്റാണ് ഫോക്കസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫോക്കസിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിക്സഡ് ലൈൻ എന്ന് പറയുന്നതിനെ ഡയറക്ട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആദ്യത്തെ കേസിൽ പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ അതിന്റെ ഫിക്സഡ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് എ. വെർട്ടിക്കലായിട്ട് വരുമ്പോൾ എക്സ് ഈക്വൽ ടു എ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറഞ്ഞ ഫോം മാത്രമേ ഉള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇവിടെയാണ് വരുന്നതെങ്കിൽ റൈറ്റ് സൈഡിലാണ് വരുന്നത്, അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay-ന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ലൈനാണ് വരിക. ഹൊറിസോണ്ടൽ ലൈനുകൾക്ക് 2 ഫോമേ ഉള്ളൂ, y ഈക്വൽ ടു എയോ അല്ലെങ്കിൽ y ഈക്വൽ ടു മൈനസ് എയോ ആവാം. ഇവിടെ നെഗറ്റീവ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് y ഈക്വൽ ടു മൈനസ് എ, അത് y ആക്സിന്റെ പോസിറ്റീവ് സെക്ഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, y ഈക്വൽ ടു എ എന്ന് പറയുന്ന കാര്യം പറയാം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 രൂപത്തിൻ്റെയും ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് 4a ആയിരിക്കും. എന്താണ് ലാറ്റസ് റെക്റ്റം എന്ന് ചോദിച്ചാൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഒരു പരാബോളയാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. 2 എൻഡുകളും പരാബോളയിൽ തന്നെ ആയിരിക്കുകയും എന്നാൽ ഫോക്കസിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ലൈനിനെയാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഫോക്കസിലൂടെ കടന്നു പോകണം, 2 എൻഡുകളും എവിടെ ഉണ്ടായിരിക്കണം, പരാബോളയുടെ മുകളിൽ തന്നെ ഉണ്ടായിരിക്കണം. എല്ലാ പരാബോളയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്ന ആശയം വരയ്ക്കാം. അപ്പോൾ ഏത് പരാബോളയിലാണെങ്കിലും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4a ആയിരിക്കും. ഈ 2 സെക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഒന്നും കൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ജനറൽ ഇക്വേഷൻ സർക്കിളിൻ്റെ അറിയണം, അതിന് സെൻറ്റർ എഴുതാൻ അറിയണം, റേഡിയസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയണം. പരാബോള എന്ന് പറയുമ്പോൾ 4 രൂപങ്ങളാണ് ഓർമ്മയിലേക്ക് വരേണ്ടത്. 4 രൂപത്തിൻ്റെയും ഇക്വേഷൻസുകൾ ഓർമ്മയിൽ ഉണ്ടാവണം.
വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. വൈ സ്ക്വയർ ഈക്വൽ ടു -4ax ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണെങ്കിൽ അപ്പർ കേസിൽ ഓപ്പൺ ആയിട്ട് വരും. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആണെങ്കിൽ ലോവർ കേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ എല്ലാം ഫോക്കസുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ ഫോക്കസ് A0. -4ax ആണ് വരുന്നതെങ്കിൽ -A0. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണ് വരുന്നതെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് 0A. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആണ് വരുന്നതെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് 0, -A. എല്ലാത്തിൻ്റെയും ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4a. ഓക്കെ, ക്ലിയർ? നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ചോദ്യമാണ്. ഡയറക്ട്രിക്സ് ഓഫ് പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ഈസ് ഡാഷ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്ന് പറയുന്നതിൻ്റെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പം നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രൂപമാണ് വരിക? ലോവർ കേസിൽ എന്ത് ചെയ്യുന്നു? ഓപ്പണായി വരുന്ന കാര്യമാണ് കയറി വരുന്നത്. ഇതിന്റെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പാസ് ചെയ്യുക? വൈ ആക്സിസിന്റെ പോസിറ്റീവ് സെക്ഷനിലൂടെയാണ് പാസ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു a എന്ന് പറയുന്ന രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ ഡയറക്ട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ഈക്വൽ ടു a എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ y മൈനസ് a ഈക്വൽ ടു 0 എന്ന് പറഞ്ഞും എഴുതാം. രണ്ട് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ പല രീതിയിൽ 4 ഓപ്ഷൻസുകൾ തന്നുകൊണ്ട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ y ഈക്വൽ ടു എയും അറിയണം, y മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആശയം അറിഞ്ഞിരിക്കണം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെന്റ് എ പരാബോള വിച്ച് ഈസ് സിമ്മട്രിക് അബൌട്ട് ദ പോസിറ്റീവ് y ആക്സിസ്? നമ്മൾക്കൊരു പരാബോളയുടെ ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ആ പരാബോള എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ് അവിടെ പറയുന്നത്? സിമ്മട്രിക് അബൌട്ട് ദ പോസിറ്റീവ് y ആക്സിസ്. പോസിറ്റീവ് y ആക്സിസിന് എന്തായിരിക്കണം? സിമ്മട്രിക് ആയിരിക്കണം. ഈ സിമ്മട്രി എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കുന്നത് വൈ സ്ക്വയർ ടേമുകളാണ് വരുന്നതെങ്കിൽ അത് എക്സ് ആക്സിസിന് സിമ്മട്രിയാണ്. എക്സ് സ്ക്വയർ ടേമുകളാണ് വരുന്നതെങ്കിൽ അത് വൈ ആക്സിസിന് സിമ്മട്രിയാണ്. അതായത് ഫോക്കസ് നിൽക്കുന്നത് ഏത് ആക്സിസിലാണോ അവിടെയാണ് നമ്മൾ സിമ്മട്രി എന്ന് പറഞ്ഞ ആശയം കണക്കാക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? പോസിറ്റീവ് y ആക്സിസ് ആണ് സിമ്മട്രിക്കിന്റെ കേസ് പറയാനുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കേസുകളെ അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ളൂ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay ആയിരിക്കും. ഇതിൽ പോസിറ്റീവ് y ആക്സിസ് എന്ന് പറയുന്ന ഭാഗത്ത് ഫോക്കസ് വരുന്നത് ഏത് ഇക്വേഷനാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറയുന്നതിനാണ്. അപ്പോൾ അതേ ഫോമിൽ കിടക്കുന്ന ഓപ്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay രൂപത്തിൽ കിടക്കുന്നത് ഏതാണ്? ഇതിലെ ആൻസർ വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക നിങ്ങൾ. എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞു എഴുതിയാൽ അത് 4y ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ അതേ രൂപത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? 4th വൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം ഒരു വൺ വേർഡ് ചോദ്യമാണ്. The length of latus rectum of the parabola y square equal to -8x. ആ പരാബോളയുടെ ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് അറിയണം. നമ്മൾ പറഞ്ഞു ഏത് രൂപമാണെങ്കിലും ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4a എന്ന് പറയുന്ന ആശയമാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പരാബോള ഏതാണ്? y square equal to -8x. ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? y square equal to -4ax. 4a എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്? രണ്ടിടത്തിൽ മൈനസ് ഉണ്ട്. 4a എന്ന് പറഞ്ഞ പൊസിഷൻ എത്രയാണ് കിടക്കുന്നത്? 8 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് പറയുമ്പോൾ അവിടെ എന്ത് വരില്ല? നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം വരില്ല. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് നിൽക്കുന്ന രണ്ട് ഓപ്ഷൻ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പിന്നെ ആലോചിക്കേണ്ടത് എന്താ? 4a എന്ന് പറയുന്ന പൊസിഷനിൽ ഏത് നിൽക്കുന്നു? ഇവിടെ 8 ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് വന്നു? 8 എന്ന് പറഞ്ഞ കാര്യം വന്നു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് 0, 0 ആൻഡ് ഫോക്കസ് അറ്റ് 0, 2. ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 0, 0 ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് 0, 2 ആണ്. എല്ലാ പരാബോളയുടെയും സെന്റർ എന്ന് പറയുന്നത് 0, 0 ആണ്. അപ്പൊ ആ ഒരു കാര്യം തന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഇക്വേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 0, 2 എന്ന് പറയുന്ന കാര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്റ്റാൻഡേർഡ് കേസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഏത് ഫോമാണ് വരിക? 0a എന്ന് പറയുന്ന കാര്യമാണ് വരിക.
0a ആണ് ഫോക്കസ് വരുന്നതെങ്കിൽ ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് x² = 4ay. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഐഡിയകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 0 to ഫോക്കസ് ആകുന്ന പരാബോളയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ആ പരാബോള ഏത് ഫോമിലായിരിക്കും? x² = 4ay എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 0 എന്ന് പറയുന്നത് 0a എന്ന് പറയുന്നതും കമ്പയർ ചെയ്താൽ a എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് പരാബോള ഈസ് x² = 4 × 2 × y. That is x² = 8y. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെ സർക്കിളിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. കൂടാതെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് സെക്കൻഡ് സബ് ക്വസ്റ്റനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആ സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ് 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കണം. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അതേ സെന്റർ തന്നെ ആയിരിക്കുകയും വേണം. ഇക്വേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ല നമ്മുടെ ഈ സർക്കിളിന്റെ ഇക്വേഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഏത് ഫോമിലേക്ക് എത്തിക്കണം? നമ്മൾ x - h² + y - k² = r² എന്ന് പറഞ്ഞ ഫോമിലേക്ക് എത്തിക്കണം. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആദ്യം x² ടേം എഴുതുക, അടുത്തത് x ടേം എഴുതുക, പ്ലസ് അടുത്തത് y² ടേം എഴുതുക, അടുത്തത് y ടേം എഴുതുക. കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ -8 എന്തായി മാറുന്നു? +8 ആയിട്ട് മാറുന്നു. x² + 8x. ഇനി നമ്മൾ ഒരു ടേം ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യുന്ന ടേം മനസ്സിലാക്കേണ്ടത് x കോഎഫിഷ്യന്റ് അതിന്റെ പകുതി. അപ്പോൾ 8 ആണ് വരിക. 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വരും. അതിന്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഡീഷൻ വരുന്നത് എത്രയാണ്? 16 പ്ലസ് y² + 10y. 10 ആണ് yന്റെ കോഎഫിഷ്യന്റ് വരുന്നത്. അതിന്റെ നേരെ പകുതി 5 വരും. 5ന്റെ സ്ക്വയർ എത്ര വരും? 25 = 8 + 16 + 25. അപ്പോൾ എന്തൊക്കെ ഐഡിയകൾ അവിടെ ചെയ്തു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ പകുതി അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് 16 കിട്ടിയത്. അതേമാതിരി വൈന്റെ കോഎഫിഷ്യന്റ് നോക്കുക, അതിന്റെ പകുതി അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അപ്പോഴാണ് ഇവിടെ 25 കിട്ടുക. ഇവിടെ ഏതൊക്കെ ടേമുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതേ ടേമുകളൊക്കെ റൈറ്റ് സൈഡും ആഡ് ചെയ്യാം. x + 4 whole square plus y + 5 whole square = 49. ഇത് ഏത് ഫോമിലായി? x - h whole square plus y - k whole square = r² എന്ന് പറഞ്ഞ ഫോമിലായി. അങ്ങനെയാണെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് -4 - 5, റേഡിയസ് എന്ന് പറയുന്നത് √49 = 7. സെക്കൻഡ് ചോദ്യം ചെയ്യുന്നതിന് മുൻപേ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം? സെന്റർ എന്ന് പറയുന്നത് -4 - 5. പിന്നെ നമുക്ക് കണ്ടെത്തേണ്ട സർക്കിൾ എന്ന് പറയുന്നത് ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യണം? 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. എന്തായാലും സെന്റർ HK ആണ് വരുന്നതെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? x - h whole square plus y - k whole square = r². അപ്പോൾ നമ്മൾക്ക് ഇവിടെ -4 - 5 ആണ് സെന്റർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x - -4 whole square plus y - -5 whole square = r². ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -4 - 5 ആയിരിക്കും. റേഡിയസ് പക്ഷേ ഇവിടെ 6 ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ എന്ത് കാര്യം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ? സെന്റർ എന്ന് പറയുന്നത് -4, -5 ആണ്. ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഒരു കണ്ടീഷൻ കൂടി അതിൽ അപ്ലൈ ചെയ്യാനുണ്ട്. എന്താണ്? ഈ സർക്കിൾ എന്ന് പറയുന്നത് പാസ് ചെയ്യേണ്ടത് 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കണ്ടെത്തേണ്ട ഇക്വേഷനിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത് എന്ന് സങ്കല്പിച്ചാൽ ഈ പറയുന്ന സർക്കിൾ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. സിൻസ് ഇറ്റ് പാസസ് ത്രൂ 1, 2,
ദാറ്റ് ഈസ് എക്സിന് പകരം നമുക്ക് 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെന്തായി മാറും? 1 + 4 ഹോൾ സ്ക്വയർ പ്ലസ് 2 + 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് 25 + 49 ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഈക്വൽ ടു 74. Equation of circle becomes x -4 whole square plus y -5 whole square equal to 74. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് 60 ആണ്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = -6 ആണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ആദ്യം x² ടൈം എഴുതി, പിന്നെ എക്സിന്റെ ടൈം എഴുതി, പിന്നെ ഒരു ടൈം ആഡ് ചെയ്തു, എന്നിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് x² y² കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. 1 ആയാൽ മാത്രമേ ആ പ്രോസസ്സിലൂടെ നമ്മൾ മുൻപിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. ഇവിടെ രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് 2 ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² + y² - x/2 = 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് അത് മാറും. x² ടൈം എഴുതി, അടുത്തത് എക്സിന്റെ ടൈം എഴുതി, പ്ലസ് y² ടൈം എഴുതി, y-ന്റെ ടൈം എഴുതാനില്ല, കോൺസ്റ്റന്റ് കൊണ്ടുപോകാനില്ല. അപ്പോൾ എന്തായി? x² - x/2 + y² = 0 എന്ന് പറഞ്ഞ ആശയമായി. x² - x/2 എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് -1/2, അതിന്റെ പകുതി -1/4, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക 1/16 പ്ലസ് y² = 0 + 1/16. y² എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ y-ന്റെ ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ സാധനം എന്താണ്, പെർഫെക്റ്റ് സ്ക്വയറിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x - 1/4 ഹോൾ സ്ക്വയർ പ്ലസ് y²നെ y - 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം ഈക്വൽ ടു 1/16. അപ്പോൾ ഏത് ഫോമിലായി? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² എന്ന് പറഞ്ഞ ഫോമിലായി. അങ്ങനെയാണെങ്കിൽ സെന്റർ C എന്ന് പറയുന്നത് 1/4, 0. റേഡിയസ് എന്ന് പറയുന്നത് √1/16 is equal to 1/4. രണ്ടാമത്തെ പാർട്ടിൽ പരാബോളയുടെ ഫോക്കസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് 60. ഫോക്കസ് മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = -6 ആണെന്ന് കൂടി തന്നിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? A0 എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം A എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് വരുന്നത്. A0 ഫോക്കസ് വരുന്ന പരാബോള, അതിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് y² = 4ax എന്ന് പറയുന്ന രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് പരാബോള ഈസ് y² = 4 × 6 × x, that is y² = 24x. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 3 സബ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം അതിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് അനദർ ലൈൻ വിച്ച് ഈസ് കോൺസെൻട്രിക് വിത്ത് ദി സർക്കിൾ C ആൻഡ് ഡബിൾ ദി റേഡിയസ് ഓഫ് C. ആദ്യത്തെ സർക്കിളിന്റെ റേഡിയസ് എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കണം. കൂടാതെ ആദ്യത്തെ സർക്കിളുമായി കോൺസെൻട്രിക് ആയിരിക്കണം. കോൺസെൻട്രിക് സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ സെയിം ആയിട്ട് നിലനിൽക്കുന്ന സർക്കിൾസുകളെയാണ് നമ്മൾ എന്ത് പറയുക, കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തതിന്റെ സെന്റർ തന്നെയാണ് എന്തിനു വരേണ്ടത്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷനും ഉണ്ടായിരിക്കേണ്ടത്. റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, ഡബിൾ ആയിരിക്കണം. തേർഡ് പാർട്ട് പറയുന്നത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. y² = ax എന്ന് പറയുന്ന പരാബോള 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്ന കാര്യം എത്രയായിരിക്കും? ഈ സർക്കിൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, അപ്പൊ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. ഇവിടെ x²നെയും y²നെയും കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം x² ടൈം എഴുതാം, അടുത്ത x ന്റെ ടൈം -4x,
അടുത്തത് വൈ സ്ക്വയറിന്റെ ടൈം എഴുതുക, അടുത്തത് വൈന്റെ ടൈം എഴുതുക. കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സിന്റെ കോഎഫിഷ്യന്റ് -4, അതിന്റെ പകുതി -2, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6y, വൈന്റെ കോഎഫിഷ്യന്റ് 6 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 വരും, 3ന്റെ സ്ക്വയർ എത്ര വരും 9 ഈക്വൽ ടു 12 പ്ലസ് 4 പ്ലസ് 9. അതായത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. കൂടാതെ നമുക്ക് സെന്റർ എന്ന് പറയുന്നത് 2, -3. സെന്റർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒറിജിനൽ ഫോർമുലയിൽ മൈനസ് ആണ് എന്ത് വരുന്നത്, സെന്ററിൽ വരുന്നത്. എക്സ് മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് k ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മൾ സെന്റർ എടുക്കുമ്പോൾ എന്താ വരിക, രണ്ടും പോസിറ്റീവ് ആണ് കിട്ടുക. ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ നമുക്ക് കിട്ടുന്ന സെന്ററിലെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ എന്ത് എഴുതിയാൽ മതി, നെഗറ്റീവ് എന്ന് പറഞ്ഞ ആരും എഴുതിയാൽ മതി. ഇനി റേഡിയസ് എന്ന് പറയുന്നത് √25 ആണ് വരിക, 5 എന്ന് പറയുന്ന കാര്യം കിട്ടും. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിലെ സെന്ററും റേഡിയസും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ആദ്യത്തെ സർക്കിളുമായി കോൺസെൻട്രിക് ആയിരിക്കണം. റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡബിൾ ആയിരിക്കണം. നമുക്ക് കഴിഞ്ഞ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കിട്ടിയിരുന്നത് എത്രയാണ്, r എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതിനെ ഡബിൾ ചെയ്യുമ്പോൾ എത്ര വരും, 2 × 5 ഈക്വൽ ടു എത്ര വരും, 10 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ അവിടുത്തെ കേസിൽ എന്താ വരിക, റേഡിയസ് എന്ന് പറയുന്നത് r1 എന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്, r1 എന്ന് പറഞ്ഞാൽ എത്ര വരും, 10 വരും. കോൺസെൻട്രിക് ആയിരിക്കണം എന്ന് പ്രത്യേകം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതേ സെന്റർ തന്നെ നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്ന സർക്കിളിന്റെ സെന്റർ ആയിട്ട് നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x minus 2 whole square plus y plus 3 whole square equal to 10 square. X minus h whole square plus y minus k whole square equal to r square. റേഡിയസ് കണ്ടാവണം, അതുകൊണ്ട് നമ്മൾ r സ്ക്വയറിന്റെ പൊസിഷനിൽ 10 സ്ക്വയർ എഴുതി. h എന്ന് പറയുന്നത് 2 ആയിരിക്കണം, k എന്ന് പറയുന്നത് -3 ആയിരിക്കണം. അവിടെ -3 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് എഴുതിയത്, പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം എഴുതിയത്. അതായത് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ x minus 2 whole square plus y plus 3 whole square equal to 100. തേർഡ് പാർട്ടിൽ ഒരു പരാബോള നമുക്ക് തന്നിട്ടുണ്ട്, y square equal to ax എന്ന് പറയുന്നത്. ഇത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അത് 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ ഈ പരാബോള വരയ്ക്കുമ്പോൾ 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് കടന്നു പോവുക. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഇക്വേഷൻ അപ്പം എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എക്സിന് നമുക്ക് 1 അപ്ലൈ ചെയ്യാം, y എന്ന് പറയുന്നതിന് 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുകയാണ്. Since it passes through the point 1, 2, therefore 2 square equal to a into 1 implies a equal to 4. y square equal to 4ax ആയിരുന്നുവെങ്കിൽ ഫോക്കസ് എന്താണ്, a0 ആണ്. അപ്പോൾ ഇതിന്റെ ഫോക്കസും ഏത് രൂപത്തിലേ വരാൻ പാടൂ, a0 എന്ന് പറഞ്ഞ രൂപത്തിലേ വരാൻ പാടൂ. ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് focus is 4, 0. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. Let a12 be a fixed point. a12 എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. ആൻഡ് p be a variable point. p എന്ന് പറയുന്നത് വാരി ചെയ്യുന്ന പോയിന്റ് ആണ്. ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിലുള്ള രണ്ട് പോയിന്റുകളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. p moves in the plane in such a way that its distances from a is always a constant. p എന്ന് പറയുന്നത് വാരി ചെയ്യാണ്. എങ്ങനെ വാരി ചെയ്യുന്നത്, എയിൽ നിന്നുള്ള അകലം ഒരേപോലെ നിലനിൽക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, p എന്ന് പറയുന്ന കാര്യം വാരി ചെയ്യുന്നത്. സപ്പോസ് p at the point 35 എന്ന് പറയുന്ന പോയിന്റിലാണ് p നിൽക്കുന്നത് എങ്കിൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാത്ത് ട്രേസ്ഡ് ബൈ p. ആ 35 എന്ന് പറഞ്ഞ പോയിന്റിൽ p നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രേസ് ഐഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ് 1, 2 ആണ്. p എന്ന് പറയുന്നത് ഒരു വാരിയബിൾ പോയിന്റ് ആണ്, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരേ അകലം പാലിച്ചു കിടക്കുന്ന കുറേ പോയിന്റുകൾ ഉണ്ടായിരിക്കും. ആ പോയിന്റുകളുടെ പാത്ത് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ശരിക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്.
ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 2 എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ സെന്റർ എന്തായിരിക്കണം? 1 2 ആയിരിക്കണം. നമുക്ക് വേണ്ടത് റേഡിയസ് കൂടി കിട്ടിയാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. റേഡിയസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പി എന്ന് പറഞ്ഞ പൊസിഷൻ 3 5 എന്ന് പറഞ്ഞ പോയിന്റിൽ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 1 2 എന്ന് പറയുന്ന പോയിന്റും 3 5 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താം? റേഡിയസ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആശയമാണ് കണ്ടുപിടിക്കുന്നത്. അത് ശരിക്കും എന്തിന് തുല്യമാണ്? റേഡിയസ് എന്ന് പറഞ്ഞ കാര്യത്തിന് തുല്യമാണ്. റൂട്ട് ഓഫ് 3 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ന്റെ സ്ക്വയർ 4 വരും പ്ലസ് ഇത് 3 ആണ് വരിക. 3 ന്റെ സ്ക്വയർ 9 വരും. ഈക്വൽ ടു റൂട്ട് 13. ഇപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞ കാര്യം കിട്ടി. സെന്റർ എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആയിരിക്കണം, അതായത് 1 2 ആയിരിക്കണം. Therefore, equation of circle is റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് 13 ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര എഴുതുക? 13 എന്ന് പറയുന്ന ആശയമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് അതൊരു സർക്കിൾ ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 13. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ ദി പോയിന്റ് 4 1 ആൻഡ് 6 5. ഒരു സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് 4 1 എന്ന് പറയുന്ന പോയിന്റിലൂടെയും 6 5 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയും അത് പാസ് ചെയ്യുന്നു. കൂടാതെ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 4x + y = 16 എന്ന് പറയുന്ന ലൈനിന്റെ മുകളിലെ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെയാണ് 3 കണ്ടീഷൻ? 4 1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം, 6 5 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം, 4x + y = 16 എന്ന് പറയുന്ന ലൈനിന്റെ മുകളിൽ സെന്റർ ആയിരിക്കണം. 3 കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ തന്നെയാണ് എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഒന്ന് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സിൻസ് ഇറ്റ് പാസസ് ത്രൂ 4 1, അങ്ങനെയാണെങ്കിൽ എക്സിന് പകരം 4 കൊടുക്കാം, വൈക്ക് പകരം എന്ത് കൊടുക്കാം? ആണ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 - h ഹോൾ സ്ക്വയർ പ്ലസ് 1 - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി മാറ്റാം. അതേപോലെ തന്നെ since it passes through 6 5, അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 - h ഹോൾ സ്ക്വയർ പ്ലസ് 5 - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ 2 ഇക്വേഷൻസുകളും മോഡിഫൈ ചെയ്തിട്ട് അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ 16 - 8h + h സ്ക്വയർ പ്ലസ് 1 - 2k + k സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷന് 36 - 12h + h സ്ക്വയർ പ്ലസ് 25 - 10k + k സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന 2 ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ എന്തായിട്ട് മാറും? ക്യാൻസൽ ചെയ്യും, അതായത് 0 ആയിട്ട് കിട്ടും. കെ സ്ക്വയർ എന്ന് പറയുന്ന കാര്യത്തെ ക്യാൻസൽ ചെയ്യാം, h സ്ക്വയർ എന്ന് പറയുന്ന കാര്യത്തെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 16 - 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -20, -8h -12h എന്ന് പറയുന്നത് +4h, 1 - 25 എന്ന് പറഞ്ഞാൽ -24, -2k -10k എന്ന് പറഞ്ഞാൽ +8k ഈക്വൽ ടു 0. 4h + 8k ഈക്വൽ ടു -20 -24 എന്ന് പറയുമ്പോൾ -44 ആണ് വരിക. അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 44. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? 4x + y = 16 എന്ന് പറയുന്ന ലൈനിന്റെ മുകളിലാണ് അതിന്റെ സെന്റർ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷന്റെ സെന്റർ ശരിക്കും എന്താ? hk അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈനും പകരം നമുക്ക് എന്ത് കൊടുക്കാം? എച്ചും കെയും അപ്ലൈ ചെയ്യാം. സെന്റർ ലൈൻ ഓൺ ദ ലൈൻ 4x + y = 16. Therefore 4h + k = 16. Question number 4. നമുക്ക് 2 ഇക്വേഷൻസുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 4h + k = 16 ഉം 4h + 8k എന്ന് പറയുന്നത് 44. ഈ 2 ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യും, കാരണം 4h എന്ന് പറയുന്നത് ഒരേപോലെ നിൽക്കുന്നതുകൊണ്ടാണ്.
ഡിഫറൻസ് കാണുമ്പോൾ എന്ത് വരും? -7k ഈക്വൽ ടു -28. k ഈക്വൽ ടു -28 ബൈ -7 ഈക്വൽ ടു 4. ഇനി നമുക്ക് h ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഈക്വൽ ടു 4 ഇൻ ഇക്വേഷൻ നമ്പർ 4. നാലാമത്തെ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4h plus 4 equal to 16. 4h is equal to 16 minus 4 is equal to 12. h is equal to 12 by 4 is equal to 3. അപ്പോൾ നമുക്ക് hk എന്ന് പറയുന്നത് സെന്റർ ആണ്. ആ സെന്റർ എന്ന് പറയുന്നത് 3 4 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x minus 3 whole square plus y minus 4 whole square equal to r square. ഈ r എന്ന് പറയുന്ന കാര്യം കിട്ടണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ h-ന്റെയും k-ന്റെയും വാല്യൂ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. h ഈക്വൽ ടു 3ഉം k ഈക്വൽ ടു 4ഉം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 4 മൈനസ് h സ്ക്വയർ ആണ്. അതിന് പകരം എന്ത് വരും? 4 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് k സ്ക്വയർ ആണ്. 1 മൈനസ് 4 ഹോൾ സ്ക്വയർ വരും ഈക്വൽ ടു r സ്ക്വയർ. ഇത് 1 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ 1ന്റെ സ്ക്വയർ 1 തന്നെ വരും. -3 ആണ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 9 വരും ഈക്വൽ ടു r സ്ക്വയർ. അപ്പോൾ r സ്ക്വയർ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന ആശയം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ ബിക്കംസ് x minus 3 whole square plus y minus 4 whole square equal to 10. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ സെന്ററും റേഡിയസും നമുക്ക് കണ്ടുപിടിക്കണം. x സ്ക്വയർ എഴുതി, അടുത്ത x ന്റെ ടൈം എഴുതി, പ്ലസ് y സ്ക്വയർ എഴുതി, അടുത്ത y ന്റെ ടൈം എഴുതി, കോൺസ്റ്റന്റ് ടൈമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. x സ്ക്വയർ മൈനസ് 8x പ്ലസ് 16. x ന്റെ കോഎഫിഷ്യന്റ് -8 ആണ്. അതിന്റെ പകുതി -4, അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്തത്. പ്ലസ് y സ്ക്വയർ പ്ലസ് 10y പ്ലസ് 5 ആണ് കോഎഫിഷ്യന്റിന്റെ പകുതി വരിക. അപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 25 ഈക്വൽ ടു 12 പ്ലസ് 16 പ്ലസ് 25. x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 53. അപ്പോൾ സെന്റർ എന്ന് പറയുന്നത് 4 മൈനസ് 5, റേഡിയസ് എന്ന് പറയുന്നത് √53. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് സബ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ആദ്യത്തെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സെന്റർ എന്ന് പറയുന്നത് 2 2 ആയിരിക്കണം. പാസ് ചെയ്യുന്ന പോയിന്റ് 25 ആയിരിക്കണം. Find the eccentricity and length of lattice rectum of the parabola x square plus 16y equal to 0. ഒരു പരാബോളയുടെ ഇക്വേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം, ലാറ്റിസ് റെക്ടത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പാർട്ടിലേക്ക് പോകുമ്പോൾ സെന്റർ എന്ന് പറയുന്നത് 2 2 ആണ് തന്നിട്ടുണ്ട്. ഈ സെന്റർ എന്ന് പറയുന്നത് 2 2 ആയ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x minus 2 whole square plus y minus 2 whole square equal to r square. അപ്പോൾ ഇവിടെ സെന്റർ 2 2 ആകുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷൻ കൂടി നമുക്ക് വേണം. എന്താണ്? 25 എന്ന് പറഞ്ഞ പോയിന്റ് അതിലൂടെ പാസ് ചെയ്യുകയും വേണം. അപ്പോഴാണ് നമ്മുടെ എന്തായിട്ട് വരുള്ളൂ? കണ്ടെത്തേണ്ട സർക്കിളായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട സർക്കിൾ തന്നെയാണ് എന്നുള്ളതൊന്ന് സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യും? 25 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യും. Since it passes through 25 ഇവിടെ പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-ന് 2 അപ്ലൈ ചെയ്യാം. 2 minus 2 whole square plus 5 minus 2 whole square equal to r square. ഇത് 0 ആയിരിക്കും. അപ്പോൾ 0 വരും, പ്ലസ് 3 വരുമ്പോൾ 9 വരും equal to r square. അതായത് r square എന്ന് പറയുന്നത് 9 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ ബിക്കംസ് x minus 2 whole square plus y minus 2 whole square equal to 9. ബി പാർട്ടിൽ നമുക്ക് പറയാനുള്ളത് x square plus 16y equal to 0 എന്ന് പറഞ്ഞ പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞ കാര്യം കാണണം, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം കാണണം. ഏത് പരാബോളയുടെയും എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. എസെൻട്രിസിറ്റി ലെസ് ദാൻ 1ലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എലിപ്സ് എന്ന് പറയുന്ന കാര്യം കിട്ടുന്നത്.
ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് പോകുമ്പോഴാണ് അത് ഹൈപ്പർബോള എന്ന് പറഞ്ഞ കണക്ഷനിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ പരാബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷനായിട്ട് എവിടെയും കിടക്കുന്നില്ലെങ്കിലും എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ആൻസർ എന്താണ്? 1 എന്ന് പറയുന്ന ആൻസറാണ് എഴുതേണ്ടത്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -16y എന്ന് പറഞ്ഞു എഴുതാം. ഇത് ഏത് ഫോമിലാണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ 4a എന്ന് പറഞ്ഞ പൊസിഷൻ നിൽക്കുന്ന എന്താണ്? ഇവിടെ 4a എന്ന് പറഞ്ഞ ആശയം വരുന്നു, ഇവിടെ എത്ര വരുന്നു? 16 വരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് വരുന്നത്? 16 എന്ന് പറയുന്ന ആൻസർ ആണ് എഴുതേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് സർക്കിൾ ആൻഡ് പരാബോള എന്നീ 2 സെക്ഷനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിലെല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ പഠിക്കുക. മറ്റു 2 സെക്ഷൻസുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.